എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിതാ ഇപ്പോൾ ഫോണൊക്കെ ഇവിടെ സേഫായിട്ട് വെക്കണം. ഞാനിപ്പോൾ ലണ്ടനിലാണുള്ളത്. ഫോണ് അടിച്ചുമാറ്റി പോകുന്ന എല്ലാവരും പറയുന്നുണ്ട്. സോ ഞാൻ രാവിലെ എത്തിയതാണ്. രാവിലെ എത്തിയിട്ട് ഇന്നലെ ബസ്സിൽ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. ഞാൻ സ്കോട്ട്ലൻഡിൽ നിന്ന് വന്നിട്ട് വേറെ ഏതൊരു ട്രെയിനിലാണ് ഞാനിപ്പോൾ കയറുന്നത്. തീരെ സേഫ് അല്ല കേട്ടോ. വീഡിയോ എടുക്കുന്നത് ഇരിക്കണം നിൽക്കണം കുറേ ദൂരം ഉണ്ടാവും. കുറച്ച് ഇതെന്റെ ചക്ക്. ഹായ് ജാസിൽ, എന്തിന്റെ വിശേഷം? ഫുൾ കൺജസ്റ്റഡ്. ഈ ട്രെയിൻ എന്താ കുറച്ച് കൺജസ്റ്റഡ് പോലെ തോന്നണേ. ഓക്കെ, സോ നമ്മളിപ്പോൾ ലണ്ടനൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കുറച്ചൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, മൈക്ക് ഇല്ലാത്തതുകൊണ്ട്. യൂറോപ്പിൽ നമുക്ക് ഒരുപാട് പയ്യെ സംസാരിക്കാൻ പറ്റും, പക്ഷേ മൈക്കില്ലാണ്ട് ഭയങ്കര സീനാണ്. എൻ്റെ മൈക്ക് ഈ മാസം തിരിച്ചെത്തും. ഗ്യാമ്പിയയിൽ ഇരിക്കുവാണ്. ഗ്യാമ്പിയയിൽ തിരിച്ചെത്തും. ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി എന്നിട്ട് ഇതേ ലണ്ടൻ ബ്രിഡ്ജിൽ വന്നിട്ടുണ്ട്. ഇതേ സിറ്റി ഓഫ് ലണ്ടൻ, ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞത് കാണാം. ഈ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഏതാണ് ബ്രിഡ്ജ് എന്ന്. പക്ഷെ കുറച്ചപ്പുറം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അത് ടവർ ബ്രിഡ്ജാണ്. ഈ ടവർ ബ്രിഡ്ജാണ് എല്ലാവരും ലണ്ടൻ ബ്രിഡ്ജായിട്ട് വിചാരിക്കുന്നത്. ഈ ഞാൻ ഉൾപ്പെടെ ഇവിടെ വന്നപ്പോഴാണ് ഇതെന്താ ഇങ്ങനെ എന്ന് ഞാൻ ആലോചിക്കണത്. 99% ആൾക്കാർക്കും ഉള്ള ഡൗട്ടാണത്. ഡൗട്ട് എന്നല്ല, വന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവൂല. അല്ല, മറ്റത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നേ ടവർ ബ്രിഡ്ജ്. ഇത് നോർമൽ ഒരു ബ്രിഡ്ജ്, ഒന്നുമില്ലാത്ത. ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ്. പക്ഷെ എല്ലാവരും എൻ്റെ മനസ്സിൽ ലണ്ടൻ ബ്രിഡ്ജ് ഞാൻ നിന്നോട് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ അതായിരുന്നു. ആ കാണുന്നത് ആ ടവർ ബ്രിഡ്ജ് കണ്ടോ? ആ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ്. അതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് പൊതുവെ എല്ലാവരും വിചാരിക്കുന്നതും ഞാനും വിചാരിക്കുന്നത്. എൻ്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതാണ്. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് നമുക്കൊരു വൃത്തിയില്ലാണ്ടായിട്ടുണ്ട്. എന്താ പറയുക, പാരീസിൽ പോയപ്പോഴും എനിക്ക് ഇതേ ഫീലായിരുന്നു. അതേ ഫീലാണ് എനിക്ക് ഇവിടെ ലണ്ടൻ വന്നപ്പോഴും. ലണ്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫാഷൻ ലണ്ടൻ, പക്ഷേ ഭയങ്കര ഇതാണ്. എന്താ പറയുക, നമ്മളെ നാട്ടിലെ പോലെ തന്നെ ചില ഏരിയയിൽ നല്ല വൃത്തി ഉണ്ടാവും, ചില ഏരിയയിൽ തീരെ വൃത്തിയില്ല. അതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ കണ്ടോ, ഇവിടെ തന്നെ ഫുള്ള് ഡസ്റ്റ്ബിന്നൊക്കെ എല്ലാവരും ഉണ്ട്. പക്ഷെ അതൊന്നും ആരും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് മെയിനായിട്ട് ഇതൊന്നും ഇതാക്കാത്ത. ഇപ്പോൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു 10-30 രാജ്യത്തിലുള്ള ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് ടൂറിസ്റ്റ് ആണെങ്കിലും ഇതുവഴി ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എല്ലാം പുറത്തുള്ള ആൾക്കാരാണ്. ലോക്കൽ ആൾക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, സ്കോട്ട്ലൻഡിൽ നിന്ന് പെട്ടെന്ന് ലണ്ടനിൽ ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ ഒരു ചേഞ്ച്. അവിടെ കുറച്ചും കൂടെ ലോക്കൽ ആൾക്കാരൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ എല്ലാം മാറ്റമുണ്ട്. കുറേ പേര് സൈക്കിളിലൊക്കെ പോകുന്നുണ്ടല്ലോ. സൈക്ലിംഗ് ആണോ? പിള്ളേരെല്ലാവരും ഇവിടെ അലൗഡാണ്. യാ, ഇതെന്താ ടൂർ ബസ്സാണോ? മറ്റേ സിറ്റി ടൂറിന്റെ ബസ്സാണോ? അതോ നമുക്ക് നോർമലി ഈ വരുന്ന ബസ്സുകളും ഇങ്ങനെ തന്നെ വരുന്നത്. പക്ഷെ നമുക്ക് ലണ്ടൻ ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ലണ്ടൻ മൊത്തം കാണിക്കുന്ന രീതിയിൽ ഡബിൾ ഡെക്കർ ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ബസ് വരുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഫാൻസി പണ്ടത്തെ ബസ്സുകളാണ്. ഇപ്പൊ റെസ്റ്റോറന്റ് മോഡിലൊക്കെ ആക്കി ഗവൺമെന്റ് അങ്ങനെ ഓടിച്ചു കളിക്കുന്ന സാധനങ്ങളുണ്ട്. മെയിൻ ആയിട്ട് ഇതാ ഇവിടുത്തെ എല്ലാ വണ്ടിയും ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിക്ക് കാണാൻ പറ്റും. ഡബിൾ ഡെക്കർ ആയിരിക്കും. അപ്പൊ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിറ്റി നടന്ന് കാണാം. യൂറോപ്പിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ നടന്ന് തന്നെയാണ് എല്ലാം കാണേണ്ടത്. നടക്കാൻ മടിയുള്ളവർക്ക് ഏറ്റവും ബെറ്റർ ഈ ഡബിൾ ഡെക്കറിൽ കയറാൻ, മുകളിലിരിക്കുക. അപ്പോൾ ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറേ കിലോമീറ്റേഴ്സ് നമ്മൾ നടക്കും. കണ്ടോ, എല്ലാം ഡബിൾ ഡെക്കർ ബസ്സസ് തന്നെയാണ് കൂടുതൽ കാണുന്നത്. ഇവിടെ ബസ്സിൽ പോയി കഴിഞ്ഞാല് നമുക്ക് നല്ല ടൈം എടുക്കും. ഇവിടെ റോഡ് ഭയങ്കര റഷായിരിക്കും. ഇവിടെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ലണ്ടൻ ചുറ്റി കാണാൻ ഇറങ്ങാം, നടക്കാം. കാരണം ഇവിടെ എല്ലാ സ്ഥലങ്ങളും എല്ലാം ഒരു 1.5 മൈൽ 2 മൈൽ ഡിസ്റ്റൻസിലാണ് ഓൾമോസ്റ്റ് എല്ലാ ഹിസ്റ്റോറിക്കൽ പ്ലേസ്. മൈൽസിന്റെ കണക്കാണല്ലോ, കിലോമീറ്റർ ഇല്ല. ഓക്കെ, സോ നടക്കുന്നതാണ് സുഖം. പിന്നെ ട്യൂബാണ് എല്ലാവരും അധികം ആശ്രയിക്കുക. കാരണം ഓരോരോ ടൗൺ തീരുമ്പോഴും ഓരോരോ സ്റ്റേഷൻ വെച്ച് വരുന്നുണ്ട്. ട്യൂബ് എന്ന് വെച്ചാൽ ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട്. നമ്മളിപ്പോ നേരത്തെ കയറിയത് ട്യൂബല്ലേ? ട്യൂബിലും കയറി. ഫസ്റ്റ് ഞാൻ കയറിയത് ഏതാ? അതും അണ്ടർഗ്രൗണ്ട് തന്നെയാണ്. പക്ഷെ അത് ട്രെയിനാ മെട്രോയാ? എല്ലാം മെട്രോ. ഓക്കെ, ഇവിടെ അങ്ങനെ അണ്ടർഗ്രൗണ്ട്, മറ്റേ അണ്ടർഗ്രൗണ്ട്, അങ്ങനെ കുറെ കാറ്റഗറി ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമ്മളിപ്പോ ഒരു ടാപ്പ് ചെയ്തപ്പോ എത്ര ആയിട്ടുണ്ടാവും? ഇപ്പൊ നമുക്ക് ഏകദേശം 3.20 3.80 റേഞ്ച് വരും. ഒരു പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ റുപ്പി എത്രയാ? 127 127 രൂപ വരുന്നുണ്ട് ഒരു പൗണ്ട്. യൂറോ എന്ന് പറയുമ്പോൾ
1010 അങ്ങനെ 110 അങ്ങനെ എന്തോ തോന്നുന്നു. ഇപ്പം അറിയില്ല, അത് ഓരോ ദിവസം ചേഞ്ച് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പം ഞാനാണെങ്കിൽ ലണ്ടൻ കറങ്ങി കാണാം, ഫുള്ള് കണ്ട മൊത്തം കാണാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ നിയോ ഗ്ലോബലിൻ്റെ കാർഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ടാപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആക്ച്വലി അതിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് അറിയുന്നില്ല. അപ്പം ഞാനത് എടുത്തിട്ട് നമുക്ക് അപ്ലിക്കേഷനിൽ കാണാൻ പറ്റുമല്ലോ, അതെടുത്ത് നോക്കിയിട്ട് എനിക്ക് ഓപ്പൺ ആവുന്നില്ല. അതാണ് അവസ്ഥ. ഓക്കെ, അതുണ്ടോ ആഡ്, അടിപൊളി. അപ്പോൾ എനിക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ എത്ര പൈസ പോകുന്നു. നമ്മൾ ഒരു വട്ടം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ടാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആ പൈസ എടുക്കൂല്ലേ, അങ്ങനെയാണ് പറഞ്ഞത്. ശരിക്കും എനിക്കത് എങ്ങനെ ഇതാവുന്നെന്ന് മാത്രം അറിയാത്ത, കാരണം എൻ്റെ കാർഡിൽ നിന്ന് എങ്ങനെ അവർക്ക് അങ്ങനെ അല്ലാതെ ഫുള്ള് NFC വെച്ച് ആണ് ഫുൾ ടാപ്പിംഗ് വരുന്നത്. നീ ടാപ്പിംഗ് ചെയ്തിട്ട് എങ്ങനെ ടാപ്പ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് എൻഡിങ് പോയിന്റ് വരെയുള്ള പൈസ, പിന്നെന്തോ ചെറിയൊരു ഫൈൻ, ഏകദേശം 10-12 പൗണ്ടോളം നിന്റെ അക്കൗണ്ടിൽ നിന്ന് ലാസ്റ്റ് നൈറ്റ് ആകുമ്പോൾ ഫൈൻ പിടിക്കും. എന്താ അപ്പോൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത്. വരുന്നത് എൻ്റെ ആണെങ്കിൽ ലോഡാവുന്നില്ല, ഇവിടെ ആ ആപ്ലിക്കേഷനെ ലോഡാവുന്നില്ല, എത്ര പൈസ പോയി എന്നുള്ളത്. ഇപ്പോൾ 2-3 വട്ടം ടാപ്പ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല എത്ര പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു ഈ കൺട്രീൻ്റെ പ്രശ്നമാണോ അതോ ആ സെർവർ ഡൗൺ ആയിട്ടാണോ എന്നറിയില്ല. അത് തുറന്ന് നോക്കിയാലാണ് എത്ര പൈസ പോയി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ ബിൽഡിങ്സ് ആണ്, ഓരോ വലിയ വലിയ ബിൽഡിങ്സ് ആണ് നമുക്ക് കാണുന്നത്. അവിടുന്ന് നടന്ന് ഇതേ മോണുമെന്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതേ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റൂല, ദൂരെ എന്നാലേ കാണാൻ പറ്റും, ടോപ്പ് കാണാൻ പറ്റുന്നില്ല. ബാക്കിലേക്ക് പോയിട്ട് കാണിച്ചു തരാം അല്ലേ, ബാക്കിലോട്ട് പോയിട്ട് കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും സമ്മർ ആയതുകൊണ്ട് പുറത്തിരുന്നിട്ടാണ് ഫുള്ള് കള്ളുടി പരിപാടികളൊക്കെ, ഫുഡ് അടിക്കുന്നതൊക്കെ. കാരണം തണുപ്പുള്ളപ്പോൾ പറ്റില്ലല്ലോ, തണുപ്പില്ലാത്തപ്പോഴല്ലേ പറ്റും. എന്നാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇപ്പോൾ നോക്കി ഗോൾഡൻ കളറിൽ ഇങ്ങനെ മുള്ളു പോലെ ഒരു സാധനമൊക്കെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ഹിസ്റ്ററി ഉണ്ട് ഇതിൽ. ഇതിൻ്റെ ഹിസ്റ്ററി എന്താ? ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 1671-നും 1677 ഇടയിലാണ് ഈ ലണ്ടൻ എന്ന് പറഞ്ഞ ടൗണ് ഇതുവരെ ടൗൺ ആക്കി എടുക്കുന്നത്. പിന്നെ ഇത് പിക്ചറിൽ പറയണത് അത് ആക്കിയ ടൈമിലുള്ള കഥയും കാര്യങ്ങളൊക്കെ പിക്ചറാണിത്. ഇതിനെ പറ്റി മനസ്സിലാവും. അതെ, എനിക്കും അതെ. 13,000 വീടുകളും 10-80 ചർച്ചും പിന്നെ വലിയ വലിയ കുറെ കമ്പനീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഇതാക്കിയത്. ലൈക്ക് പണ്ട് സിറ്റി കാര്യങ്ങളൊന്നും അല്ലേ ഉണ്ടായിരുന്നത്, ജസ്റ്റ് എന്താ പറയാ കുറച്ച് വീടുകളും സ്ഥലവും മാത്രം ഉണ്ടായി. പിന്നീട് ഇതൊരു വലിയ സിറ്റി ആയി മാറി. അതിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ളൊരു മൊണുമെന്റ് ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നത് ബ്രോൺസ് വെച്ചുണ്ടാക്കി, പക്ഷെ അതിൽ ഗോൾഡൻ കവർ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കവറിങ് ആണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ കുറച്ച് ഗോൾഡ് ഉണ്ടാവും. ഇത് ബീഹാറിലായിരുന്നു അതേപാട് അവരടിച്ചോണ്ടായത്. ഞാൻ റീസെൻ്റ്ലി കുറേ ബീഹാറിലെ വീഡിയോസ് കണ്ടു, ടവർ അടിച്ചുകൊണ്ട് പോകുന്നതും അങ്ങനത്തെ എല്ലാ സാധനം അടിച്ചുകൊണ്ട് പോകുന്ന സാധനങ്ങളൊക്കെ. അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റൂ, മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് കയറാൻ പറ്റുക അതിനുള്ള സെറ്റപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ കാണുന്ന ബ്രിഡ്ജാണ് ടവർ ബ്രിഡ്ജ്. ടവർ ബ്രിഡ്ജ് എന്നല്ലേ പറയണേ, അതാണ് നമ്മളെ ടവർ ബ്രിഡ്ജ്. പക്ഷെ ഇതാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് ഞാൻ ലണ്ടനിൽ വരുന്നവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനിപ്പോൾ ആലോചിക്കണം എന്താ അറിയോ, ഇന്ന് നോർവേൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും കളിയുണ്ട്. ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലുള്ളത്. ഞാൻ അർജൻറ്റീനയിൽ ഉണ്ടായിരുന്നപ്പോൾ 2 കളി ഞാൻ അർജൻറ്റീന കണ്ടു, ബ്രസീലുണ്ടായിരുന്നപ്പോൾ 2 കളി ഞാൻ ബ്രസീലിനെ കണ്ടു. കാനഡ കളി ഞാൻ കണ്ടില്ല, പക്ഷേ കാനഡയിൽ ഉണ്ടായ സമയത്താണ് കാനഡേൻ്റെ കളി ഉണ്ടായത്. പിന്നെ പോർച്ചുഗലിൻ്റെ കളിയും അവിടെയാണ് ഉണ്ടായിരുന്നത്. എനിക്ക് പോയിട്ട് കാണാൻ പറ്റില്ല, കാരണം അത്ര എക്സ്പെൻസീവ് ആയിരുന്നു. ലാസ്റ്റ് ഏകദേശം 10 ലക്ഷത്തിന് വരെ ഒരു ടിക്കറ്റ് ഉണ്ടായിരുന്നു ഒരു കളിക്ക്. ഇതേ അവിടെ ഒരു സൂയി എന്ന് പറയുന്നുണ്ട് പോർച്ചുഗൽ. ഇപ്പൊ ഇപ്പൊ US എവിടെ നടക്കണത് അതന്നെ. കാനഡയിൽ ഓരോ ഏരിയയിൽ ഞാൻ ടൊറന്റോയിലായപ്പോൾ ഉണ്ടായതാണ് പോർച്ചുഗൽ അന്നത്തെ കളി. അന്നത്തെ റേറ്റ് നല്ല കൂടിയിട്ടുണ്ടായിരുന്നു. വെറുതെ അന്ന് അത്രയും പൈസ എടുത്ത് പോയവരൊക്കെ തോൽവി കാണാൻ വേണ്ടി പോയത്. എന്താ നോക്കി പഠിപ്പിക്കണേ. ഞാൻ അർജന്റീന, ഞാൻ പോർച്ചുഗൽ. നമ്മൾ ഓൾറെഡി കുറെ ദിവസങ്ങളായിട്ട് അടിയാണ്. ഇന്നിപ്പോ നേരിട്ട് അടി. അതാണ് ഇന്ന് രാത്രി ഇവിടുത്തെ സമയം 2 മണിക്കല്ലടാ. ഇംഗ്ലണ്ട് കളിയല്ല, ഇംഗ്ലണ്ട് കളി ഞാൻ ചോദിച്ചു. അസുഖക്കാരങ്ങനെ പലതും പറയും. അപ്പൊ 2 മണിക്കാണ് ഇന്ന് അർജന്റീനന്റെ കളി ഉള്ളത്. അപ്പോൾ ഞാനത് കാണണം എന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഹാലൻഡിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഹാലൻഡിന്റെ ഫാനാണ്. സോ അതുകൊണ്ട് ഇംഗ്ലണ്ട് തോൽക്കും എന്തായാലും, നോർവേ ജയിക്കും.
പോർച്ചുഗലോ തോറ്റ് സ്വന്തമായിട്ട് ഈ രാജ്യത്ത് പണിയെടുത്തിട്ട് അതുകൊണ്ട് ആ കൂറി ഈ രാജ്യത്തിനോട് ഉണ്ടാവും ഇംഗ്ലണ്ടിനോട്. ഇംഗ്ലണ്ടിനെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ എങ്ങനെ പോലെ എതിർ ടീമാ. ഞാൻ നോർവേനെ സപ്പോർട്ട് ചെയ്യുന്നു. എനിക്ക് ഹാലൻഡിന്റെ കളി ലാസ്റ്റ് ബ്രസീലിന്റെ കൂടെ കളിച്ച കളിയൊക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. സോ അങ്ങനെ ഞാൻ ആലോചിക്കാം 4 കൺട്രി പോയി, 4 കൺട്രീൻ്റെ കളി ഞാൻ 4 ഡിഫറെൻറ്റ് കൺട്രിയിൽ നിന്ന് തന്നെ ഞാൻ കണ്ട്. അതെനിക്കൊരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് പ്രൗഡ് ഓഫ് മൈസെൽഫ് എനിക്ക് ഫീൽ കിട്ടുന്നു. എന്താ ശരിയല്ലേ? പോർച്ചുഗൽ പോയി ഞാൻ മുന്നേ, പക്ഷെ കളിയുള്ള ടൈമിലല്ലാന്ന് മാത്രം. അപ്പോൾ നല്ല കാറ്റ്. ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചൂട് കിട്ടിയത്. ഇന്ന് റൂമിൽ കയറി എനിക്ക് ഇവിടെ സാധാരണ എത്ര ദിവസമായിട്ട് പെട്ടെന്ന് എണീക്കുമ്പോഴേ കുളിക്കാനുള്ള ഒരു തോന്നലുണ്ടാവില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് കേരളത്തിലെത്തിയൊരു ഫീല് എന്ന് വെച്ചാൽ കേരളത്തിൽ ഭയങ്കര ചൂട്, അതേപോലെ എനിക്ക് ഇവിടെ കിട്ടിയത്. വേറെ എവിടെയും കാനഡ പോയപ്പോഴൊന്നും എനിക്ക് അത്രയും ചൂട് തോന്നിയില്ല. ചില സമയങ്ങളിൽ തോന്നിയെന്നല്ലാണ്ട് എക്സ്ട്രീം ആയിട്ട് തോന്നിയിട്ടുണ്ടായില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ചൂട് തോന്നി തുടങ്ങിയത്. എന്നാലും ഇവിടെ കാറ്റുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത്, ഉച്ച സമയത്ത് ഇറങ്ങിയത്. കാരണം ഞാൻ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ടയർഡായിട്ടുണ്ടായി. കാരണം ആ ബസ്സിൽ ഒന്നും പറയണ്ട, അത് വല്ലാത്തൊരു ട്രാവലായിരുന്നു. ബസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത്ര കൺജസ്റ്റഡ് ആവും എന്നുള്ളത് കേട്ടോ. നോക്ക് വെള്ളത്തിൻ്റെ കളർ എന്താണ് ഇങ്ങനെ. ജസ്റ്റ് ബോട്ടിൽ ട്രിപ്പ് എടുത്തിട്ട് പോകുന്നു. മറ്റേ ഈ അതിനാ കണ്ടു ഊബർ ബോട്ട്. അപ്പൊ പൈസ കുറവാണോ ഊബർ ബോട്ടിന്? എവിടെ തൊട്ടാലും പൈസ എനിക്ക് അറിയാം. എന്നാലും ഊബർ എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് എന്തേലും ഒരു ഇതുണ്ടോ എന്നുള്ളത്. ബോട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കറങ്ങാൻ പോവാ. 500 ml ഒരു പൗണ്ട് എന്ന് പറയുന്നത് 130 രൂപ. എന്തായാലും വരും. അതിപ്പോൾ യൂറോപ്പ് എല്ലാവിടെയും കണക്കാണ്, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എവിടെ ആണെങ്കിലും ഇവിടെ അതിനുള്ള റേറ്റ് എന്തായാലും വരും. പക്ഷെ ലണ്ടനിൽ കുറച്ചുകൂടെ എക്സ്പെൻസ് ആണെന്ന് തോന്നുന്നു. കാരണം കുറേ ഇപ്പം ഓരോ വട്ടം ട്രെയിൻ എടുക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെ ഒക്കെ ആയിട്ട് നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ടവർ ബ്രിഡ്ജ്. ഇനി മാറിപ്പോരുത് ആർക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ടവർ ബ്രിഡ്ജും ലണ്ടൻ ബ്രിഡ്ജും. കാരണം എനിക്കേ മാറിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവർക്കും മാറാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. എൻ്റെ വെള്ളത്തിൻ്റെ കളർ നോക്ക്, ചെളി കളറാണല്ലോ. ഇത് ഇങ്ങനെ തന്നെ ആണോ? ചെളി കളറാണല്ലോ, ഇങ്ങനെ തന്നെ ആണോ? ഈ കളർ തന്നെയാണ്. പക്ഷെ ഇതിലൊക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, വേസ്റ്റ് ഒക്കെ കിടക്കുന്നുണ്ട്. വേസ്റ്റ് നമ്മളെ ഗംഗാ റിവർ പോലെ ഉണ്ട്, ഫുള്ള് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഫുൾ ചെളി കളറും. ഇത് ഫിൽറ്റർ ചെയ്തെടുത്ത വെള്ളം കുടിക്കണ പോലും തോന്നുന്നു. ഓക്കെ, എന്ത് വാട്ടർ? തേംസ് വാട്ടർ. ഓക്കെ, ഇവിടത്തെ ഒരു ചർച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 37ഓളം ചർച്ചുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് ചർച്ചുകൾ കാണാൻ പറ്റില്ല. അത് മാത്രം നമുക്ക് പ്രത്യേകമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടല്ലേ. ആ കാണുന്നത് ഒരു ചർച്ചാണ്. ഇവിടെ ഏകദേശം 37ഓളം ചർച്ച്, 87ഓളം ചർച്ചുകൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് ലൈക്ക് ബാക്കിയുള്ളതൊക്കെ വലിയ എന്താ പറയുക പുതിയ ടൈപ്പ്. മറ്റേത് ആ ഒരു ചർച്ച കാണുമ്പോൾ തന്നെ പഴയ ടൈപ്പ് ലുക്കിൽ നമുക്കത് വേറെ തന്നെ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതെന്താണ്, കുറേ എന്താ പറയുക, ഇവിടെ മൊത്തം ചരിത്രമായിരിക്കും. നമുക്ക് നോക്കി തന്നെ കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. ഒരു വലിയ സ്പേസ് അവിടെ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പോയി നോക്കാം. എനിക്ക് തോന്നുന്നു ആ റിവർ ഇവിടെയും കവർ ചെയ്ത് വരുന്നുണ്ട്. എനിക്ക് യൂറോപ്പിൽ ഈ ഒരു സ്ഥലം ഞാൻ മുന്നേ വന്ന പോലെ തോന്നുക. പിന്നെ എന്തോ ഫ്രാൻസ് എന്ന രാജ്യം, പാരീസായിട്ട് ഇവിടെ എനിക്ക് ഭയങ്കര സിമിലാരിറ്റി തോന്നുക. ബിൽഡിങ്ങുകളാണെങ്കിലും പിന്നെ ഇറ്റലീൻ്റെ ഒരു കൊളോസിയത്തിൻ്റെ ഏരിയൻ്റെ പോലൊരു തോന്നൽ എനിക്കിവിടെ ഉണ്ട്. നമുക്ക് ഈ കുറേ രാജ്യങ്ങൾ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഒരുപാട് കൺട്രി ആയിട്ട് നമുക്ക് സിമിലാരിറ്റീസ് തോന്നും. ഇതിനെ പറയുന്നത് ടവർ ഓഫ് ലണ്ടൻ എന്നാണ്. അല്ലേ, ടവർ ഓഫ് ലണ്ടൻ അല്ലേ? ഇവിടുത്തെ ഈ ലണ്ടനിലെ ഏറ്റവും പഴയ കെട്ടിടം ഇതാണ്. ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ഒരു മോഡേൺ ഇതാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പഴയ രീതിയിലുള്ള കല്ല് വെച്ചിട്ടുണ്ടാക്കിയ ആ ഒരു ടൈപ്പ്. ഇപ്പം എല്ലാം ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കിയതാണ്. കല്ലുണ്ടെങ്കിൽ പോലും ഗ്ലാസ് മൊത്തം കവേർഡ് അങ്ങനെ ആയിരിക്കും.
അതിങ്ങനെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ടവർ ബ്രിഡ്ജിൻ്റെ അത് കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദൂരെ നിന്ന് കാണുമ്പോൾ ചെറിയൊരു ഇതായി തോന്നും, പക്ഷെ ഇപ്പോൾ വരുമ്പോൾ കണ്ടോ, ഇത് നമുക്ക് ഈ ഒരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. കാരണം ഇത് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷിപ്പ് കാര്യങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യാൻ പറ്റും. അത് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചെറുതായി തോന്നും, പക്ഷെ അടുത്തേക്ക് വരുന്നപ്പോഴാണ് മനസ്സിലായത് അത് വലിയൊരു വലിയൊരു ബിൽഡിങ് ഉണ്ടാവൂലേ, അതുപോലൊരു ഫീലാണ്. അങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളത് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു രാത്രിയാകുമ്പോൾ കുറച്ചുകൂടെ നൈസാണ് ലൈറ്റൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. സമ്മറിൽ എന്തായാലും രാത്രി ഒരു 10 മണിക്ക് എങ്ങാണ്ടാണ് ഇവിടെ സൺസെറ്റ് വരുന്നത്. 10 മണി വരെ ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഡേ ടൈം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഈസിയാണ്. എന്താ ടവർ ബ്രിഡ്ജിൻ്റെ സൈഡ് വ്യൂ എന്നാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അത് കാണാനായിട്ട് കേട്ടോ. എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ വന്നവർ മസ്റ്റായിട്ട് ഇവിടെ വന്ന് പോസ്റ്റ് ചെയ്യുന്നൊരു ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗും UK ഫ്ലാഗും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അതാണ് ആ ഒരു സൈഡ് ഉണ്ട്. അവിടെ ആ സെൻറ്റർ ഭാഗത്താണ് അത് ഓപ്പൺ ആവുന്നത്. ആ ഒരു ചെറിയ സ്പേസ് മാത്രമാണ് കേട്ടോ ഓപ്പൺ ആവുക. ഇതവിടെ വന്നിട്ട് എല്ലാവരും സമ്മർ ആയതുകൊണ്ട് തന്നെ ഫുൾ റഷ് ഉണ്ട്. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി. ഇപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ നൈസാണ് ഇവിടെ. ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുറേ വലിയ ബിൽഡിങ്സ് അതൊക്കെ ആയിരുന്നു കാണണം, അങ്ങനെയൊക്കെ ആഗ്രഹം. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണുന്ന സമയത്ത് എനിക്കൊന്നും ഫീൽ ചെയ്യാറില്ല കേട്ടോ. ശരിക്കും മറ്റേ നാച്ചുറൽ ആയിട്ടുള്ള മലകളും അങ്ങനത്തെയൊക്കെ കാണുമ്പോഴാണ് അടിപൊളി. പക്ഷേ സിറ്റി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ലൈഫ് സ്റ്റൈലും ഫാഷനബിളായിട്ട് നടക്കാനും ലക്ഷറി ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പൈസയും കൂടെ കയ്യിലുണ്ടെങ്കിൽ ലണ്ടൻ ഇസ് ഗുഡ്. ആ ഷോപ്പിങ്ങിനാണെങ്കിലും എല്ലാത്തിനും കേട്ടോ. ഫുൾ വലിയ വലിയ മോഡേൺ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇതാണ് ഹെയ് ഗലേറിയ. ഇപ്പോൾ ഫുൾ ഫുഡിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ. എല്ലാ ടൈപ്പ് ഫുഡുകളുണ്ട്, ഓരോ കൺട്രിയിലുണ്ട്. ഇവിടുത്തെ ടേസ്റ്റുകളും സോസും ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മളുടെ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ടൈപ്പ് ഫുഡ്സ് അല്ല. പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് നേരത്തെ ഞാൻ മന്തി കഴിച്ചായിരുന്നു. കുറേ നാൾക്ക് ശേഷം കേരള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തി കഴിച്ച്. കേരള റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞ ദിവസമൊക്കെ പോയിരുന്നു, പക്ഷെ മന്തി കഴിച്ചിട്ടുണ്ടായില്ല. കാനഡയിൽ നിന്ന് ഒരു വട്ടം എന്തോ മന്തി കഴിച്ചു, പക്ഷെ അത് മന്തി എന്ന് പറയാൻ പറ്റില്ല. ഫ്രൈഡ് റൈസ് മന്തി ആയ പോലത്തെ ഒരു മന്തിയിലാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിയിൽ ടർഫ് മറ്റേത് കളിക്കുന്ന എന്തായാലും പറയണത് ഇതെന്തായിരുന്നു, ബാഡ്മിൻ്റൺ അല്ല മറ്റെന്തായാലും. എടാ ഈ കളീൻ്റെ പേരെന്തായിരുന്നു? ആ അത് തന്നെ, ടെന്നീസ് അല്ലേ, ടെന്നീസ് കളിക്കുന്നത്. നിങ്ങളെൻ്റെ നോക്കും എന്തായാലും. എന്നാലും അവിടുന്ന് വീണ്ടും ട്രെയിൻ എടുത്തതേ ബിഗ് ബെൻ വന്നിട്ടുണ്ട്. ഇതേ ടൈം കണ്ടോ, കറക്റ്റ് ഇപ്പോൾ ഇവിടെ 8:30 ആയിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ടാണ് അത് ഇപ്പോഴും വെളിച്ചമുള്ളത്. 8:25 ആയിട്ടുണ്ട്. ടൈമൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ അത് ആ ഏരിയയിലൊക്കെ പാർലമെന്റ് ആണ് വരുന്നത്, ആ റൈറ്റ് സൈഡിലേക്കെല്ലാം. പാർലമെന്റ് സ്ക്വയർ എന്നാണ് ഈ ഏരിയ പറയുന്നത്. എവിടെ നോക്കിയോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ചും കൂടെ വൈബുള്ള സ്ഥലം. യൂറോപ്പ് ഭയങ്കര സിമിലർ. ഷെങ്കൻ കൺട്രീസ് ആണെങ്കിലും UK ആണെങ്കിലും. മറ്റേ അവിടെ സ്കോട്ട്ലൻഡിൽ എപ്പോഴും അങ്ങനെ ഓരോരുത്തർ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാട്ട് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെന്താ സൈക്കിളോ? ടൂറിസ്റ്റുകളെ പറ്റിക്കുന്ന എല്ലാ സാധനം ഉണ്ടാവില്ല, പക്ഷെ ഇത് രസമുണ്ട് കാണാൻ. ഓ എന്താ ഇതിന്റെ റേറ്റ് നോക്ക്, 20 പൗണ്ടേ. ഒരു പൗണ്ട് 130 രൂപ വരും ഏകദേശം. ഇത് സൈക്ലിങ്ങിന്റെ ട്രാക്ക്. രാത്രി കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ രസം ഉണ്ടാവും. ലണ്ടനായി രാത്രി കുറച്ചുകൂടെ നൈസായിരിക്കും. ഇവിടെ ഇപ്പോൾ ഈ ചെറിയ ഷോപ്സ് ആണെങ്കിൽ പോലും നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ, എസ്പെഷ്യലി ഇപ്പോൾ സീസൺ. പാട്ടെല്ലാം ഉണ്ട്. ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരിക്കൂലേ? ജേഴ്സി ഉണ്ട്, എന്താ ഉള്ളത്? വെറുതെ ഇവിടെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഡ്രസ്സ് സാധാ ടീഷർട്ട്സ് ഉണ്ട്, അതിന് തന്നെ നല്ല റേറ്റ് കേട്ടോ. മെയിൻ ഐക്കണിക് സ്പോട്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ടാവും. നോർമലി തന്നെ നല്ല റേറ്റാണ് എല്ലാത്തിനും. കണ്ടില്ലേ, ചെറിയ ചെറിയ സുവനീർ കാര്യങ്ങൾ, കീ ചെയിനൊക്കെയാണ്. ആ 1-2 പൗണ്ടുള്ളുണ്ട്, 6 10 പൗണ്ട്, 9.95 ഉണ്ട്.
വേണ്ട, വെറുതെ നോക്കിയതാ. ഫ്രിഡ്ജ് മാഗ്നറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടുന്ന് ഇറങ്ങി ഇതേ ഇപ്പോൾ ചൈന ടൗണിൽ വന്നേക്കാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചൈന ടൗണിൽ ഏത് ചൈന ടൗൺ പോകുമ്പോഴും എല്ലാവരും ഒരേപോലെ തന്നെ ഉണ്ടാവും. ഈ ഒരു റെഡ് കളർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇതെന്ത് ഇത്രയും സൈക്കിൾ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്നത്? സൈക്കിൾ പാർക്കിംഗ് ആണോ? ഇവിടെ ലണ്ടനിലെ ട്രാവലിന് ബസ്സിനേക്കാളും ട്യൂബിനേക്കാളും ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷനും ഈസി ചീപ്പും ഈ ഒരു സാധനമാണ്. അപ്പോ ഈ ഒരു സാധനത്തിലാണ് പലതും ഫ്രീ റൈഡാ ഫസ്റ്റ് റൈഡ്. ഓക്കെ, ഇവിടെ വരുന്ന ടൂറിസ്റ്റുകള് എല്ലാരും ഈ സാധനം തിരിച്ചു വെക്കണ്ടേ? അപ്പാ തിരിച്ചു വെക്കണ്ടേ? എവിടെയും പല സ്ഥലത്തും ഡ്രോപ്പ് പോയിന്റ് ഉണ്ട്. പക്ഷെ ഇതിപ്പോ റോ ആയിട്ട് വെറുതെ വെച്ചേക്കുള്ള അവിടെ ഡ്രോപ്പ് പോയിന്റ് ആണ്. ഡ്രോപ്പ് പോയിന്റ് ആയിട്ട് സോ ഇവിടെ കൊണ്ടുവച്ചാൽ പ്രശ്നമില്ല. നമുക്കൊരു QR കോഡ് ഉണ്ടാവും, സ്കാൻ ചെയ്യാം. ഞാൻ ഈ സെയിം സംഭവത്തിന്റെ ഇവിടെ പാരീസിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. 30 minutes 1 pound. നമ്മൾ ബസ്സിൽ കയറാണെങ്കിൽ 1.75 pound. നമ്മൾ പിന്നെ നടക്കണം. ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആണോ ഇവിടെ? ഇപ്പൊ എന്താ പബ്സ് മാത്രം ഓപ്പൺ ഉള്ളോ? കാരണം അങ്ങോട്ടൊക്കെ ക്ലോസ്ഡ് ആണല്ലോ അല്ലേ? പബ്ബുകള്, പിന്നെ ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്. പക്ഷെ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കാണാനില്ലല്ലോ. ആകെ അങ്ങോട്ട് പോണല്ലേ. നല്ല സ്ഥലം ഈ ചൈനന്റെ ഈ സാധനം കാണാൻ. ചൈനയിൽ അവിടെ പോയാലും അങ്ങനെ ആ ഒരു വൈബാ. നല്ല ആൾക്കാര് ഉണ്ടോ? ഫുള്ള് നോക്കി, ഫുൾ റെഡ്. ആ ഏരിയ എല്ലാം മൊത്തം ഫുഡിന്റെ ഏരിയ ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റ്സ് ആണ് കാണുന്നത്. ഇവിടെ ആണെങ്കിൽ ഫുള്ള് പബ്ബിലേക്ക് കയറാനുള്ള തിരക്കാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ കളി നടക്കുന്നുണ്ട്. അപ്പോൾ കളി നടക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് എല്ലാവരും അങ്ങോട്ട് കയറാനുള്ള തിരക്കിലും ക്യൂ നിൽക്കുന്ന ഈ കാണുന്നത് ഫുഡിൻ്റെതും. ഫുൾ ഈ ഏരിയ മൊത്തം റെസ്റ്റോറൻറ്റ്സ് ആണ്. നൈസ് ഏരിയ ആണ്. ലൈക്ക് ചൈനീസ് മാത്രമല്ല എല്ലാ കൺട്രിയിലുള്ള ആൾക്കാരും തന്നെ ഇവിടെ ഉള്ളത്. കണ്ടോ, ക്യൂ ആണ്. ഓരോ പബ്ബിലേക്ക് കയറാനുള്ള ക്യൂ മാത്രമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് സെലിബ്രേഷൻ ഒക്കെയാണ്. ഒരു ഗോൾ അടിച്ചതിന് പക്ഷേ അവർ നോർവേ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും ഓരോരോ ഗോൾ വെച്ച് അടിച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം ജയിക്കണം, നോർവേ ജയിക്കണം എന്നുള്ളതാണ്. ഹാലൻ്റെ ഫാൻ ആയതുകൊണ്ട്. പക്ഷെ നോക്കാം എന്താവും അറിയില്ല. ഒരു ഐഡിയ ഇല്ല ആര് ജയിക്കും എന്നുള്ളത്. ലെറ്റ്സ് സീ. ഇത് നോക്ക്, ഫ്രീ ആയിട്ട് നമുക്ക് ഒരു 3D എഫക്റ്റിൽ ഒരു സംഭവം കാണുന്ന അടിപൊളി. ഇതാ എല്ലാവരും അവിടെ നിലത്തൊക്കെ കിടക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കുമ്പോൾ തന്നെ നോക്ക് ഓ സീൻ നമുക്ക് ആ ഒരു 3D എഫക്റ്റ് കിട്ടും. കണ്ട, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ സമയം 12 മണിയെങ്ങാണ്ടായി. ഹലോ, ഇതിലങ്ങനെ അർജന്റീന ജയിച്ച് അതിനുശേഷം കിടന്നുറങ്ങിയത് 6 മണിക്ക് എന്താണ് 5 മണിക്കാണ് കളി തീർന്നിട്ടുണ്ടായത്. സോ ഞാനിപ്പോൾ 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തന്നെ. കൊടുക്കത്തെ കാറ്റാണ് ഇവിടെ. കാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം കാറ്റാണ്. ഞാനും എൻ്റെ 2 ഫ്രണ്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അവർ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ കൊടുക്കത്തെ കാറ്റ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ അതുപോലെ എനിക്കറിയില്ല. അത്ര കാറ്റടിക്കുന്നുണ്ട്. മൈക്കില്ല, എൻ്റെ മൈക്കില്ലെങ്കിൽ നല്ലപോലെ കേട്ടാനേ. മൈക്കെല്ലാം നാട്ടിലെത്തുന്നേ ഉള്ളൂ. ഈ മാസം അവസാനം എത്തും നാട്ടിൽ. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് എല്ലാവരും ബീച്ച് സൈഡിൽ ഫുൾ ക്രൗഡായിരിക്കും. അവിടെ കുറച്ച് ഇത് കുറവുണ്ട്, കാറ്റ് കുറവുണ്ട്. കണ്ടോ, അവർ 7 സിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഒരേപോലത്തെ 7 എന്താ പറയുക, ഇങ്ങനെ ഒരു സംഭവം. അതന്നെ 7 സിസ്റ്റേഴ്സ്. എല്ലാവരും കണ്ടോ ടെൻ്റ് അടിച്ചേക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു നൈറ്റും ടെൻറ്റ് ക്യാമ്പിങ്ങൊക്കെ അലോഡാണെന്നുള്ളത് ഫ്രീ ആയിട്ട്. പക്ഷേ അല്ലാണ്ട് ഡേ ടൈമിൽ നമുക്ക് ടെൻ്റ് അടിക്കാം. അതിന് വേറെ ഇഷ്യൂസൊന്നുമില്ല. എല്ലാവരും ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ഇന്ന് പിന്നെ സൺഡേ കൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ്. അവിടെ നോക്ക്, ആൾക്കാരെല്ലാം എന്തേ ടെൻ്റ് അടിച്ചിട്ട് കണ്ടോ. ടെൻ്റ് അടിച്ചിട്ട് വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. എല്ലാവരും എന്തേ ടെൻറ്റ് പിന്നെ ബീച്ചിലൊക്കെ ഇറങ്ങി അങ്ങനത്തായിട്ട് ഇവിടെ കുറേ പേര് സ്റ്റേയും ചെയ്യുന്നുണ്ട്. ആൾ സ്റ്റേ ചെയ്യാൻ വന്നാന്ന് തോന്നുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നുണ്ട്. വെയിൽ കൊണ്ട് കിടക്കുക. കാരണം ഇവിടെ എപ്പോഴും തണുപ്പായിരിക്കും. ഈ ഒരു സമ്മറിൽ മാത്രമാണ് അവർക്ക് തണുപ്പൊന്നും ഇല്ലാണ്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിലത്ത് അവർ കിടക്കുന്നത് അവരുടെ ഫേവറേറ്റ് പരിപാടി. ഇത് നോക്ക്, നടന്നു പോകുന്ന വഴി കണ്ടോ. ബീച്ചാണ്. പക്ഷേ ബീച്ചിൽ മണലൊന്നുമില്ല. ഫുള്ളിങ്ങനെ കല്ലും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വലിയ ടൈപ്പ് കല്ലും. ആ വലിയ ടൈപ്പ് കല്ലിൽ കല്ലല്ല, എന്തോ ഒരു സാധനം. എന്താ അത്? ലൈം സ്റ്റോൺ ആണോ? വൈറ്റ് കളറിലുള്ള സാധനം. അതിൽ പച്ചപ്പും പായലൊക്കെ ആയിട്ട് കിടക്കുന്നത്.
ഭയങ്കര യുണീക്കായിട്ടുള്ള ബീച്ച്. സാധാരണ നമ്മളെ ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാം ഒരേ ടൈപ്പ് ബീച്ചല്ലേ. അതുകൊണ്ടോ നമ്മളെ നാട്ടിലെ കോറിയില്ലേ, ആ കോറി ഇങ്ങനെ വൈറ്റായ പോലത്തെ സാധനമാണ് 7 സിസ്റ്റേഴ്സ് ബീച്ച്. അതേപോലെ തന്നെ പക്ഷെ വേവ്സ് ഭയങ്കര കുറവായിട്ടുള്ളതാണ് കേട്ടോ. അതെ അവിടെ അതെ സണ്ണൊക്കെ ഇങ്ങനെ താഴേക്ക് വരാനായിട്ടുണ്ട്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. ഒരു 9:30 ആകുമ്പോൾ സൺസെറ്റ് ആയിരിക്കും. ഇന്നലെ ഒരു 9:45 ആയപ്പോഴാണ് സൺസെറ്റ് ഉണ്ടായി. എന്നാലൊരു 10-10:30 വരെ ലേറ്റ് ഉണ്ടാവും. ഹായ് അജ്മൽ, എന്തുണ്ട് വിശേഷം? അജ്മൽ ഫ്രം കൊച്ചി. പിന്നെ വേറെ ഫ്രണ്ട് കൂടെ ഉണ്ട്, ആൾക്ക് വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ്. അടിപൊളിയല്ലേ നമ്മുടെ നാട്ടിലെ ബീച്ച് എന്നൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബീച്ച് അല്ലേ? പായൽ പിടിച്ച് കിടക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഫുൾ ഇത് എന്ത് ടൈപ്പ് കല്ല? ലൈം സ്റ്റോൺ പോലത്തെ കല്ല. ഇവിടെ അതെ കൊറേ ഇത് കാണുന്നുണ്ട്. എന്തായാലും പറയാ, എന്താണ് ഒച്ച പോലത്തെ സാധനം. ജീവനുണ്ട് കേട്ടോ അതിന്. പിടിച്ച് തിന്നാൻ പറ്റത് ഇളകി പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിടിച്ചിട്ട് വരുന്നില്ല. ഓ അത് ആൾക്കാർ തിന്നു കേട്ടോ. നമ്മുടെ നാട്ടിലും തിന്നുമല്ലോ ഇത് ഇല്ലേ? ഞണ്ട് ചവണി അതുപോലത്തെ സാധനമല്ലേ പെറ്റ് പിടിച്ചിരിക്കുന്നുണ്ട് അതിൽ. അത് തന്നെയാണ് ആ ഒച്ച പോലത്തെ സാധനം. എനിക്ക് തോന്നുന്നു ആ മൊറോക്കോലൊക്കെ പോയിട്ട് ഞാൻ ആ കഴിച്ചുകൊണ്ടിരുന്ന അതേപോലത്തെ സാധനം തോന്നും. അല്ല അതേപോലത്തെ അല്ല, അത് ഇതിലും വലുതാണ്. അത് ശരിക്കും ഒച്ചാണ്, ഇത് ഒച്ചല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പൂപ്പൽ പോലത്തെ സാധനവും തിന്നണം ഞാൻ കണ്ടിട്ടിട്ട് കേട്ടോ. കുറേ വർഷത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോക്ക് കണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെയൊക്കെ നോക്ക് കണ്ടോ, ആ മൂവ് ചെയ്യുന്നുണ്ട് സ്ലോലി. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അതിങ്ങനെ പയ്യെ പയ്യെ മൂവ് ചെയ്യുന്നു. നല്ല രസമുണ്ട് കാണാൻ. നോക്ക് നല്ല ഫ്രെയിമല്ലേ, പച്ച കളറിൽ നല്ല രസമുണ്ട് ഇത് കാണാൻ. വൈറ്റും ഈ ഒരു ആംഗിളും ഒക്കെ അടിപൊളി. ഇതുവഴി നടക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഈ സൈഡിലേക്കൊന്നും ടൂറിസ്റ്റ് ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഞാൻ കുറേ നടന്ന് ഇങ്ങനെ വന്നു കണ്ട, ചുറ്റും ആരുമില്ല. അവരവിടെ നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ കല്ലിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുന്ന സൗണ്ട് തന്നെ വാവ്, വെറൈറ്റി ഫീൽ, അടിപൊളിയായിട്ട്. നോക്ക് വെള്ള കല്ലാണ്, വലുത്. എന്നിട്ട് ഇത് മൊത്തം പൂപ്പിൽ പിടിച്ചു, അല്ലെങ്കിൽ അതെല്ലാം നല്ല കളറായേനെ. അടിപൊളി. ഓടാൻ പറ്റൂല, ഓടണമെങ്കിൽ തെന്നി വീണ്. നടക്കുമ്പോൾ തന്നെ നോക്കി നടക്കണം. കൊള്ളാം. 7 സിസ്റ്റേഴ്സ് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. ഇതിൻ്റെ മുകളിലുണ്ട് കേട്ടോ. മുകളിൽ നമുക്ക് കുറേ നടക്കാം. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ കാലിന് വയ്യാണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ അതുവഴി നടക്കാണ്ട് അവരിങ്ങോട്ട് വരുന്നില്ല പറഞ്ഞപ്പോൾ ഞാൻ ഇതുവഴി നടക്കുന്നു. കാരണം മുകളിൽ നമുക്ക് കുറേ നടന്ന് ഇങ്ങനെ കാണാം. ഇങ്ങനെ ചെമ്പരിയാടും അങ്ങനെ ആയിട്ട് നമ്മളുടെ കാശ്മീർ പോലെ. പക്ഷെ അത്ര അധികം ഗ്രീനറി ഇല്ല, പക്ഷെ എന്നാലും അടിപൊളിയാണ്. അതുവഴി ഇങ്ങനെ നടക്കാം. ഞാനാകെ ഒരു 3 ഡേയ്സാണ് ഇവിടെ ലണ്ടനിലുള്ളൂ. കാരണം എനിക്ക് വേറെ കുറച്ച് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാത്തത്. എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്താ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണേന്നുള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു എമർജൻസി ഉണ്ട്. എമർജൻസി ഉള്ളതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഞാനിനി നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിസ എക്സ്പയർ ആയി കഴിഞ്ഞാൽ പണിയാവും. ഓൾറെഡി UK എൻ്റെ കാര്യത്തിൽ ശരിയല്ല. UK ഒരു വട്ടം റിജക്റ്റായി, പിന്നെ ഒരു വട്ടമാണെങ്കിൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കിട്ടി. അപ്പോൾ 6 മന്ത്സ് നമുക്ക് കിട്ടുള്ളൂ. 6 മന്ത്സ് മൾട്ടിപ്പിൾ എൻട്രി ആണ്. അപ്പോൾ എൻ്റെ ഒക്ടോബറിലെന്തോ തീരുന്നെന്ന് തോന്നുന്നു വിസ. അതുവരെ ടൈമുണ്ട്. നാട്ടിൽ പോയിട്ട് പിന്നെ വരണമെങ്കിൽ ഒടുക്കത്തെ ഫ്ലൈറ്റാണ്. ഈ വാറ് വന്നേ പിന്നെ ഫ്ലൈറ്റിൻ്റെ റേറ്റ് അറിയാം. നിങ്ങൾ GCC കൺട്രീസിലൊക്കെ ഇരുന്ന് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നാട്ടിലേക്ക് പോകാൻ തന്നെ അത് ഖത്തറാണെങ്കിലോ എത്തിഹാദാണെങ്കിലോ എല്ലാ ഫ്ലൈറ്റ്സിനും നല്ല റേറ്റാണ്. വാറിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് തീരുമാനമായെങ്കിലും ഫ്ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. എന്നെപ്പോലെ യാത്ര ചെയ്യുന്നവർക്കാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചെന്ന് തോന്നുന്നത്. കാരണം എപ്പോഴും ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെൻസ് ഏറ്റവും കൂടുതലാവുന്ന ഫ്ലൈറ്റിനാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി പൈസ ഫ്ലൈറ്റിന് മാത്രം ചിലവാകുന്നുണ്ട്. അതാണ് സംഭവം. നടന്ന് ഞാനിത് ഈ ഒരു അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ തിരിച്ച് നടക്കട്ടെ. കാരണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡെഡ് എൻഡ് ലെവലെത്തി. നമുക്കൊന്ന് കുറച്ചും കൂടെ പോകാമെന്ന്. പക്ഷേ ഒരു മനുഷ്യനും ഇല്ല, ഒരാൾക്കാരും ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ആരും കാണാൻ പോലും ഇല്ല. അപ്പോൾ അവരുടെ അടുത്ത് പറയാണ്ട് അങ്ങോട്ട് പോന്നു. പക്ഷേ ഇത്രയും തിരിച്ച് പുറകിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് അവരെല്ലാം ഒരുപാട് ദൂരെയാണെന്ന്. നോക്ക്, സൂം ചെയ്തിട്ട് പോലും ഒരു മനുഷ്യനെ കാണാനില്ല. ആ കണ്ടോ, അങ്ങ് കുത്തായിട്ട് കുറച്ച് പേരെ കാണുന്നുണ്ട് എന്നല്ലാണ്ട് ശരിക്കും ഒട്ടും കാണാൻ പറ്റുന്നില്ല. ഇപ്പം കുറച്ചും കൂടെ അടിപൊളിയായിട്ടുണ്ട്. സണ്ണ് 8:45 ആയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നടന്ന് ഞാൻ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ നിഴല് നോക്ക്,
ഇവിടെ ബീച്ചിൽ വന്നിട്ട് എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്, ബിയർ കുടിക്കുന്നുണ്ട്, ലിക്കർ യൂസ് ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്യുന്നുണ്ട്, ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അടിപൊളിയായിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ എല്ലാവരും ക്ലീനായിട്ട് വെക്കും. ഇവിടെ നോക്ക് എന്തൊരു ക്ലീനാ, കാണുമ്പോഴേ അറിയാം പക്ക ക്ലീനാ. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാവും, ഡസ്റ്റ്ബിൻസ് എല്ലാം ഉണ്ടാവും. അത് പ്ലാസ്റ്റിക്കും ഓർഗാനിക്കും എല്ലാതും ഇടാനുള്ള ഡസ്റ്റ്ബിൻസ് പ്രോപ്പറായിട്ടുണ്ടാവും. ആൾക്കാർ നല്ലപോലെ അത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ അവിടെ ഡസ്റ്റ്ബിന്നും ഇല്ല, ആരും യൂട്ടിലൈസും ചെയ്യില്ല. ബീച്ചിൽ പോയി ബിയർ അടിച്ചാൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഇവിടെ സമാധാനമായിട്ടാണ് ബിയർ അടിച്ചിട്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു ഒന്നിനൊരു ഇതില്ലാത്തത്. ഇതുപോലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നൈസായിരുന്നേ.